ഹായ് ഫ്രണ്ട്സ്, ഹണി സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് എൻ്റെ വീട്ടിലുണ്ടായ പഴമാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു പുട്ടും പഴം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. പുട്ടിൻ്റെ പൊടി കുഴച്ച് യോജിപ്പിച്ച ശേഷം അടക്കിനടക്കിന് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം. വീണ്ടും പൊടി, അങ്ങനെ രണ്ട് ലെയറായിട്ടാണ്, 2 കഷ്ണം പുട്ടാണ് ഒരു പുട്ടിനുണ്ടാവുക. നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ പൊടി, നാളികേരവും വെള്ളവും ഉപ്പും ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പുട്ടിന് ആവിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിലാണ് വെള്ളം വെച്ചിരിക്കുന്നത്. ആവി വന്നു കഴിഞ്ഞ് 2 സെക്കൻഡ് കൂടി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വേണം പുട്ട് കുത്താനായിട്ട്. നന്നായിട്ട് വേകണ്ടേ. പുട്ട് നന്നായിട്ട് പൊടിയാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പഴമാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തതായി നമുക്കൊരു ലഞ്ചിനുള്ള കറിയാണ്. പച്ചമുളക്, ഇഞ്ചി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളുള്ളി, കൊഞ്ചാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. കൊഞ്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ക്ലീൻ ചെയ്ത ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ഒരു മൺകലത്തിലിട്ട് അത് സ്റ്റൗവിലേക്ക് വെച്ചു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചാറായിട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇത്രയും വെള്ളം ഒഴിച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു. ഉപ്പും ചേർത്തു. പിന്നെ നമുക്ക് നാളികേരം ചിരകിയത് ഒന്ന് അരച്ചെടുക്കണം. അത് ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ കടുക് താളിച്ചു. അങ്ങനെ നമ്മുടെ ലഞ്ചിനുള്ള പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്നൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിനായിട്ട് സ്റ്റാർ ഫ്രൂട്ട് മരത്തിലേക്ക് വന്നിരിക്കുകയാണ്. മരത്തിൻ്റെ അടുത്ത് അവിടെ നിന്ന് സ്റ്റാർ ഫ്രൂട്ട് പറിച്ചെടുത്തു. അതിൻ്റെ വരമ്പൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ ശേഷം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നാളികേരം ചിരകിയത്, പകുതി സവാള, 1/4 ഭാഗം സവാള എടുത്തിട്ടുള്ളൂ, പകുതിയുടെ പകുതി. പിന്നെ ഇഞ്ചി, മുളക്, പച്ചമുളക് പഴുത്ത് പോയതാണ്. അതെല്ലാം കൂടി മിക്സിയിലെടുത്ത് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക്. ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. കറിവേപ്പില, ചട്നി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ള ചമ്മന്തിയാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കരുത്. ചാർപ്പൂട്ട് നല്ല വെള്ളമുള്ളതാണ്. എല്ലാ കൂട്ടുകാർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ.